എനിക്കുണ്ടല്ലോ എനിക്ക് ഭ്രാന്ത് കയറുന്നു. നീലവാനച്ചോലയിൽ നീന്തി വന്ന ചന്ദ്രിക. ഇത് നീ പാലാരിട്ടൊന്നുണ്ടാക്കി ചേർത്തോ? അളിയ നീ എപ്പോഴും ഇവിടെ വരുമ്പോ രാത്രി ഉണ്ടാക്കണ ഒച്ച അതെന്താ അളിയാ? എടാ പോയടാ പോയി. ഇതെന്താ ഡുഡ് ബ്രോ ഹൈ. എന്താ സിറ്റി ബോയ് അടിച്ചതാണോ നീ ഉദ്ദേശിച്ചത്? അല്ലല്ലല്ല ആസ്ട്രിക്സ് ഉണ്ട് വേണ്ട കയറിയല്ലോ. ലോയാലിറ്റി ബ്രോ, ലോയാലിറ്റി. എന്തൊക്കെ വന്നാലും നമ്മള് ഇത് വിട്ടൊരു കളിയില്ല. എടാ എന്താ ഇതില്ലാടാ ഇപ്പം? സിറ്റി ഡൗൺ ആണോ? സിറ്റി ഡൗൺ ആണോ? നോക്കട്ടെ. നീലവാനച്ചോലയിൽ ഇപ്പൊ പുതിയ കുറെ ഗ്യാങ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴത്തെ പിള്ളേരെ പോലെല്ലാം തോന്നുന്നു. ഞാൻ പറയുന്നത് മറ്റേ വേറെ അല്ല, മറ്റേ ഈസിയൊക്കെ എനിക്കൊന്ന് കുണയ്ക്കുന്ന ഗ്യാങ്ങാന്ന് തോന്നുന്നു. കുണച്ചാൽ മതിയായിരുന്നു. അല്ല ഈ പഴം വിഴുങ്ങിയ ഉണ്ണികളെ പോലെ നിൽക്കായിരുന്നാ മതിയായിരുന്നു ഗ്യാങ് എന്ന് വന്നിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റിയിലുള്ള പല ഗ്യാങ്ങുകളും അങ്ങനെയാണല്ലോ. നമ്മളെ ഒരു പേടിച്ചുള്ള രീതിയിലാണ് അവരുടെ കളിയും പെരുമാറ്റമൊക്കെ. ആ ഒരു രീതി മാറിയിട്ട് ഉമ്മാരൊക്കെ വന്ന് ഒന്ന് കുണച്ചാൽ മതിയായിരുന്നു. എനിക്കത്രേ ഉള്ളു. പേടിയൊന്ന് മാറ്റി വെച്ചേ കുണയ്ക്കണം, എന്നാലേ രസമുള്ളു. എടാ നിനക്ക് എന്താ സിറ്റിയിൽ ആരും പേടിയില്ലാത്ത നീ ഒരു വിഷയം തന്നെ കേട്ടോ. അളിയാ ഞാൻ പറട്ടെ, ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അളി അതിന് ഇച്ചിരിയെങ്കിലും ഇത് വേണ്ട. ഒരു ജീവിതമാണ് അളിയ നമുക്കുള്ളത്. ആരെ പേടിക്കാൻ ജീവിക്കണം. പിന്നെ അതുപോലല്ല, ഞാൻ എടാ എന്നെ തൊട്ട് കഴിഞ്ഞാൽ അളിയ നീ ഒന്ന് ആലോചിച്ച് ആരൊക്കെ വരുന്നേന്ന്. പിന്നെ ആരൊക്കെ വരുന്നേ? എന്നെ തൊട്ട സിറ്റുവേഷനിലല്ല വാസുണ്ണൻ മറ്റേ എവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് വീട്ടിൽ പോയിട്ടാണല്ലോ കേറിയിട്ടുണ്ട്. എന്തുകൊണ്ട് സ്നേഹം വെറും തൊടൂല്ലല്ലോടാ എന്നെ. ഇത് വെറും സ്നേഹമാണ്, വെറും സ്നേഹം. കണ്ണന്മാരുള്ള സ്നേഹം, അല്ലാണ്ട് ഗ്യാങ്ങിന്റെ അമ്മജി വിളിക്കട്ടെ. ഞാൻ പോയി കഴിക്കട്ടെ. നീ കഴിച്ചില്ലേ ഒന്നും? ഹലോ അപ്പച്ചി, ഫ്രൂട്ട്സ് എന്തേലും അരിഞ്ഞോണ്ട് തരുമോ? ശരി, താങ്ക് യു സോ മച്ച് അപ്പച്ചി, താങ്ക് യു സോ മച്ച്. കഞ്ഞിവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ട് തരാന്ന് പറഞ്ഞു. 252 പേര് ഇപ്പൊ സിറ്റി കാണിക്കുന്ന എന്താ? ഇതെന്താ സെർവർ കേറാനേ പറ്റുന്നില്ലല്ലോ. സെർവർ കേറാനേ പറ്റുന്നില്ല. എടാ കേറാൻ പറ്റും, സർവർ ഡൗൺ അല്ലേ? അല്ല ഡൗൺ അല്ല, ഇതിന്റെ അകത്ത് അപ്പായിട്ട് കാണിക്കുന്നേ. മെക്യൂൻ അപ്ഡേറ്റ്. എടാ മെക്യൂന്റെ സെയിം സാധനമാണ് കേട്ടാ. മറ്റേ എടാ ഞാനൊക്കെ അന്ന് മെക്യൂനൊന്ന് ഇറക്കി ആ RPM ഇങ്ങനെ തീയത്തി വരുന്നതാണ് ഇറങ്ങിയപ്പോ കളിയാക്കല്. അണ്ണന്റെ വണ്ടി ഒന്നും കിട്ടില്ല എല്ലാരും. നമ്മുടെ വിഷമ വന്ന് എടാ ആ സാധനം ആരാ ഇറക്കിയതാ നിന്റെ വിചാരം? അത് ഞാനാണ് ഇറക്കിയത്. ഓ അത് എപ്പോഴാണ് ആലോചിക്കണം. ഒരു 6 മാസം മുമ്പേ, 6 മാസം മുമ്പേ ഇറക്കിയ സാധനമാ. എന്താണ്? അല്ല ഇന്നലെ വാസന്റെ വണ്ടി ഉണ്ടായിരുന്നു നീ. അതില് ചന്ദ്രന്റെ ഗിഫ്റ്റ് എടുത്ത അതല്ലേ? അല്ലടാ വാസന്റെ മറ്റേ പരിദ്വാസം എഴുതിയ വണ്ടിയില്ലേ, അതില് 6 അത് കാർണേജ് ഇത് മെക്യൂണ്. അത് കാർണേജ് ആയോണ്ടാക്കി. കാർണേജിന്റെ ഫാൻ ബേസും മെക്യൂന്റെ ഫാൻ ബേസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാർണേജിന്റെ ഒരു ഭയങ്കര ഫാൻ ബേസാ. പക്ഷെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ മെക്യൂനാണ് ഫാൻ ബേസ്. സിമ്പിൾ. അണ്ണ ഇതൊക്കെ കേട്ടെ വിളിക്കുക കേട്ടാ കേറും. എക്സ്പെക്സി വീഡിയോ കാണാം. ഉടനെ വീഡിയോ കണ്ട് ഒന്നുകൂടെ കാണണോ? ഒന്നുകൂടെ കാണണോ? സിറ്റി കയറാൻ വരുന്നുണ്ടാ? സിറ്റി വന്നിട്ടില്ല. സിറ്റി അപ്പല്ല, സിറ്റി ഒന്നും ഇല്ല. നീ ഏത് സിറ്റി കയറുന്ന ദിവസാ പറയുന്നേ?
അല്ല സിറ്റി ഇല്ല, സിറ്റി ഇല്ല. സിറ്റി ഇല്ല, സിറ്റി മൊത്തത്തിൽ ഡൗൺ ആണ്. ആര് പറഞ്ഞു? എന്നാ നീ കേറല്ലേ, ഒന്ന് ലൈവ് ഇട്ട് കയറണേ, ഒന്ന് ലൈവ് സ്ക്രീൻ ഷെയർ ഇടണേ. ന്യൂ ഗ്യാങ് ലിസ്റ്റ് ഉണ്ടോ? ഇല്ല കണ്ടില്ല. സിറ്റി 242 പേരുണ്ട്. എടാ അത് ബഗ്ഗാടാ, നിനക്കത് മനസ്സിലായില്ലടാ വല്യ മോനെ. നോടെ എടാ അവനത് അറിയാടാ, നിന്നെ ഊക്കൂലടാ. ഗ്യാങ് ലിസ്റ്റ് എക്സ്ലാൻഡിസ് ഇതിലെവിടെ ഗ്യാങ് ലിസ്റ്റ് എവിടെ? എക്സ്ലാൻഡിസിന്റെ ഗ്യാങ് ലിസ്റ്റ് എവിടെ നോക്കുന്നത്? ഡൊണേറ്റർ ടിക്കറ്റ്, ഡിസ്കോഡ്, ഒരു 4 കൂടെ. ഗ്യാങ്ങിന്റെ ഇതെന്ത്? ടർഫ് അനൗൺസ്മെന്റ്, ഷെൽവി ആപ്ലിക്കേഷൻസ് ഇല്ല. കഴിഞ്ഞോ അത്? എടാ ഞാൻ ഗ്യാങ്ങിനില്ലടാ, എടാ ഞാനും ഇല്ല അളിയാ, എന്ത് പറ്റി? റോൾ ഇല്ലാത്തോണ്ട് കാണത്തില്ലല്ലോ. എന്താണ്? ആ വന്നു ഇവിടെ. ഗ്യാങ് ഇനിഷ്യലി അപ്ലോഡ് പെൻഡിങ് ഗ്യാങ്സ്. ഗ്യാങ് വൽഹല, ഗ്യാങ് ഇൻക്രെഡ് ഗ്ലോസ്. എടാ ഐഡീസ് എടുത്ത് തിരിച്ചു വരുന്ന ഡേ സക്ക, നിന്റെ ഡ്രാഗൺ തിരിച്ചു വരുന്നത് സക്ക. എന്താ? എടാ നിന്റെ ഡ്രാഗൺ തിരിച്ചു വരുന്നത്. എന്റെ ഡ്രാഗനോ? സെക്കൻഡ് സെക്കൻഡ് ഡ്രാഗൻ. ഗ്യാങ് എൽ ക്ലാസിക്കോ ഐഡീസൊക്കെ പിന്നെ കൊണയ്ക്കും. എൽ ക്ലാസിക്കോ കൊണയ്ക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഗ്യാങ് റൂത്ത്ലെസ്, RB7 ആരെന്ന് അറിഞ്ഞുകൂടാ. ഗ്യാങ് ഡെന്നിസൺ നാടാർ, അതോ ലോഗോ അത് കുഴപ്പമില്ല. ഒരു ലാസർ. ആദ്യമേ ഇവരൊക്കെ ധരിപ്പിക്കും, അപ്പോഴത്തേക്ക് എന്നെ കാണുമ്പോഴേ ഉമ്മാര് മനസ്സിലായോ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് എടുത്തോളൂ. ആദ്യമേ ഗ്യാങ് 500 ബ്രദേഴ്സ്, ANB തിരിച്ചു വരുന്നോ? അറിയുന്നില്ല. ഗ്യാങ് റേസ് RZ7, ഇതല്ലേ മറ്റേ അവരുടെ 4th Win FTW. FTW 4th Win ഡേ. ഇഗ്നൈറ്റ് അക്കർമാൻ, ഇതേത് ഗ്യാങ്ങാ? 4th Win. ഇതാരൊക്കെ? ജോജി കാട്ടുപന്നി. കൊറേ പേരുണ്ടല്ലേ. കോതാരിയാ? എന്താ കോതാരി. ബക്കി, മകുടി രാജ്, കുട്ടൂസൻ, ജിംബ്രൂട്ടൻ വാസ്കോ, ഫിലിപ്പോസ്, ഫ്രെഡി കാർലോ, കിരിക്കാടൻ ലാസർ, ജോൺ ഹോനൈ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? പലർക്കും പല ഇത് സിമിലർ നെയിംസ് വരുന്നുണ്ട്. കണ്ണാപ്പിന്നൊരു പേര് ഒരു തരുവണത്തില്ല, മനസ്സിലായോ? എന്താ എന്റെ പേര് ഇട്ടാ? നീ വേണം നാളെ ഇട്ടോണ്ട് വരുവാടാ. അല്ല ഇങ്ങനെ വെല്ലു വിളിക്കില്ലേ പിള്ളേരൊക്കെ? ഞാൻ ഇട്ടാ വെറുപ്പിക്കല്ലോ. നാളെ 10 കണ്ണാപ്പി സിറ്റിയിൽ വരും, നീ 10 പേരും വെറുപ്പിക്കേണ്ടി വരും കേട്ടോ. ഞാൻ എല്ലാരും വെറുപ്പിക്കും, സമാധാനം കൊടുക്കത്തില്ല അവന്റെ ജീവിതത്തിൽ. നീ ആലോചിക്കുക, 10 പേരും 500 വെഹിക്കിൾ വരാൻ പോകുന്നു കേട്ടോ DNA-ല്. ഇതന്നെ സെബാൻ, റാം വിഷ്മ, സെർജിയോ. ഇത് മറ്റേ സെർജിയോ അല്ലല്ലോ, മറ്റേ അമ്പി അവനല്ലല്ലോ. റോസി. എടാ ഇത് എന്റെ റോസിയാണോ വരാൻ പോന്നെ? നീ എന്റെ റോസിയാണോ?
രഘു. ആഹാ. അല്ലെ നിനക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഒട്ടും താല്പര്യമില്ല. നീ കളിച്ചാൽ മതി. ഇപ്പോൾ ക്യാപ്റ്ററിന്റെ പേരിൽ ലീഡറിന്റെ ഒരു ലാസർ, ഇതിന്റെ ലീഡറിന്റെ ഒരു ലാസർ, നിരപ്പേൽ പാപ്പി. ആഹാ ആഹാ. ഇതിന്റെ ഇതിൻ്റെത് ഇഗ്നൈറ്റർ. നിരപ്പേൽ എല്ലാം ഓർത്തഡോക്സ് എല്ലാ ലീഡറുമാണ് പേര്. റോത്ത്ലെസ് ബ്ലഡ് RB7 ലീഡർ ആർക്കം ഡേവിഡ്, ഡാനി അലക്സാണ്ടർ, ബ്ലേഡ് വിക്കി. പേരൊക്കെ ബ്ലേഡ് വിക്കി. വിട്രി ജോൺ, അറക്കം മൈക്കിൾ, അറക്കം റോയു സൻ, സാവോക് ഓഗസ്റ്റിൻ, ദേവൂട്ടൻ. ദേവൂട്ടൻ ഈ കായട്ടുള്ളില്ല, ഈ കായട്ടുള്ള RB7 ഇവരിട്ടുള്ളില്ല, ഇവരിട്ടുള്ളില്ല. ഡ്രാഗണിസ് ഇതല്ല. കൃഷ്ണൻകുട്ടി, കൈസൻബർഗ്, എയ്ഡൻ ഏസ്, വില്ലി വടക്കൻ, ടിം ബ്രാഡ്ഫോർഡ്, എടാ നീ എന്താ പറയണേ? കൈസൻബർഗ്. ലെംബോ, നട്ടാമൈ, കിസ. ഇതെന്തിനു പേരടാ ഇത് ഗ്യാങ്ങിന്? യെലാൻ, DP ബോയ്, ഹോമോസാപ്പ്, നിഞ്ച, മംഗലശ്ശേരി, വോർട്ടെക്സ്, ഡാർക്കിനിയ, മെയിൻ ക്വാർട്ടർ, ടോബി, കുഞ്ഞപ്പൻ, ഡൊണാറ്റോ, മാർലോ, സ്റ്റാർക്ക്, ഷിബു, അജി, ബില്ലി, കെനി. ലീഡറിന്റെ പേര് നാറി. സൂപ്പർ. നീയുടെ പേര് നാറി. പോടാ. കാര്യമായിട്ട് നറി നരിയൊന്നുമില്ലായിരിക്കും വിളിയാ, നാറിന്ന. എന്താ പ്രശ്നം? നരിന്നാണോ? നരി നാറിന്ന് കറക്റ്റായിട്ടാണ് വായിച്ചത്. കസേരക്കാരൻ, കോരിഡറിന്റെ പേര് കസേരക്കാരൻ, മംഗലശ്ശേരി ഐദ്രു. ഇത് മറ്റേ ഐദ്രുവാണോ ഇത്? നാറി ഇങ്ങനെയാണ് ആണല്ലേ. കോറിഡർ ബാബ, അലി ബാബ. അടുത്ത ലീഡർ, അടുത്ത ഗ്യാങ് ടൈഗർ വർമ്മ. ആഹാ, എന്ത് ഗാംഭീര്യ പേര്. സെയ്ദ് സുഗുണൻ, നോവ റയൻ വില്യംസ്, എഡി, ജോൺ കുറേശ്, തങ്കൻ വന്നടാ. സിറ്റി തങ്കം വന്നടാ. കമലൻ, നിക്ക്, അശോകൻ, വിക്കി, ക്രിപ്റ്റോ, കിറ്റ്കാറ്റ്, ജെറി, നിക്സ്, ബെന്ന്, ഫാസ്റ്റ്, കടുവ പ്രസാദ്, സുനിമോൻ, തൃക്കാദൂർ, ശിവരാജു, പാബ്ലോ, ജെന്നിരാജ്, മുത്തുപ്പാടി, സ്റ്റാലിൻ, ഗ്രിഗോറി, എലിക്സ്. കൊള്ളാം. ഇത് എല്ലാവരുടെ പേരുള്ള. അടുത്തേതാ? ഇതൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെ. ഇത്ര ഉള്ളല്ലേ? എടാ ബീഡി തുണി എഴുതുണ്ടാ? എടാ ബീഡി തുണി ഞാനില്ലേ? നമ്മുടെ പട്ടത്തെ ബീഡി തുണിയാ? ബീഡി തുണി എഴുതണ്ടാ? അമ്പമ്പോ സിറ്റി രണ്ടാവുമല്ലോ അപ്പം. എനിക്ക് ഇത്ര ആഗ്രഹമുള്ളൂ. ആര് വരുമോ പോവോ എന്ത് ചേട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് പറഞ്ഞാൽ തിരിച്ചു പറയണം. അല്ല ഇസത്തേട്ടിനെ പോലെ. അതാണ് ആൺപിള്ളേർ, അതാണ് പറഞ്ഞാൽ തിരിച്ചു പറയണം. മനസ്സിലായില്ല? അല്ല ഇസത്തേട്ട് എന്റെ പ്രതി ഇസത്തേട്ടിനെ പോലെ ഞങ്ങളൊന്നും നീ വരരുത്. അല്ലെങ്കിൽ നീ എന്ത് പറയാ? ഞാൻ ചുമ്മാ ഒരു അതിശോധി പറഞ്ഞു. നല്ല കാര്യമായിട്ട് പറഞ്ഞടാ. വരില്ലെന്നോ? എടാ പറഞ്ഞ അവനെ വിളിച്ച അവനെ രണ്ട് പറഞ്ഞ അവന്റെ ലീഡറിനെ, രണ്ട് പറഞ്ഞ അവന്റെ കോ ലീഡറിനെ, രണ്ട് പറഞ്ഞ അവന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ, രണ്ട് പറഞ്ഞ് എന്നിട്ട് ഓക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ നമ്മളൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ സിറ്റുവേഷൻ എടുക്കാൻ പോയിക്കോട്ടെ. തിരിച്ച് ചോദിക്കാനായാലും അതിന് പോലും ഉറപ്പില്ലാത്തവന്മാരന്മാര്. ഞാൻ പറഞ്ഞടാ C13 പോലുള്ള ഗ്യാങ്ങുകളൊന്നും സിറ്റി വരാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. എല്ലായിരിക്കും കഴിവുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഇനിയും വേണ്ടതേ. പക്ഷെ നമ്മുടെ അത്ര ഇല്ല, മനസ്സിലായില്ലേ? നമ്മളായിട്ട് അന്ന് സിറ്റുവേഷൻ എടുക്കാൻ പോവാണ്ട് മറ്റേ MX13 ആയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പോയി. എന്നിട്ട് അവന്മാരെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് തോറി. അവന്മാരായിട്ട് വാർ തോറ്റി. വാർ തോറ്റി. പിള്ളേരൊക്കെ MG3 വരുന്നുണ്ടാ? ഇല്ല, MG3 റിക്വസ്റ്റ് കളഞ്ഞു എന്നാണ് കേട്ടെ. എടാ MG3 ഇപ്പൊ കറന്റ് ജഡ്ജിയോ?
എടാ MG3 അല്ലേ ജെൻജി ആയത്? ജെൻജി പോയോടാ ജഡ്ജിയാണ് EVX. ജെൻജി ആണ് ഇപ്പോഴത്തെ EVX. അതെ, ആ സൂപ്പർ. Bro, ആ പറഞ്ഞുതരാം. which universe is this, bro? എൽ ക്ലാസിക്കോ ഉണ്ട്. എൽ ക്ലാസിക്കോ മറ്റേ VPയുടെയും AKയും കൂടിയിട്ടുള്ള. എന്തെന്ന് പറ. ഫോർത്ത് വിൻ MG3 കുറെ പേർ BC സെറ്റിൽ. ഓക്കെ ഓക്കെ ഓക്കെ. BC ഞാൻ അടുത്ത ഓകെ വെച്ചേക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഇത് വരട്ടെ. ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം. ഏതൊക്കെയാ? ഒന്ന് TPA, ഒന്ന് G30. അറിയാമല്ലോ, കൺഫേം അല്ലേ? G30 ഇനി ഏതെങ്കിലും ചെറിയ ഗാങ്സിനെ അടിക്കാണ്ട് അമ്മ ഇനി വരത്തില്ല. തോറ്റിരിക്കല്ലേ. ചെറിയ ഞാനല്ല, ഇനി 10 ഞാൻ അടിച്ചു വന്നാലും അവന്മാര് തൂറും. അവർക്ക് വായി കൊടുക്കും. ടർഫൊന്നുമില്ല. കണ്ണൻ ഏതാ അല്ലേ? മാസക്കോക്ക് അളിയാ നീ. എടാ ആരാടാ ഈ സൂത്തേട്ടി എന്നുള്ള പേരിട്ടത്? മണിയൻ ആന്ന് തോന്നേ. അവനാണ് അന്ന് പോയി ചോദിച്ചത്. അല്ലല്ല, അതിനു മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നതിന് മുമ്പേ ആരും വിളിച്ചിട്ടുണ്ടായിരുന്ന? എടാ ഞാനൊന്ന് ആദ്യം വള്ളി എടുത്തില്ലേ അവന്മാരിട്ട്? KV ഇട്ടവരാണോ? ഓ നീലിട്ടവരല്ലേ? ഓക്കെ ഓക്കെ. അല്ല, നമ്മളൊക്കെ സിറ്റുവേഷൻ എടുത്ത് അത് ഗെയിമിൽ തീരും അല്ലേ? ഇല്ലളിയാ, എന്തായാലും ഗെയിമിൽ തീരും, പുറത്ത് കാണിക്കില്ല. അല്ല അങ്ങനെ പറയല, അല്ലെങ്കിൽ കളി പറഞ്ഞ ഞാൻ പറഞ്ഞോ, നീക്ക കൊറേ നേരിട്ട് കിടന്ന് ശ്രമിക്കുന്നുണ്ടേ. നാളെ സ്നൈപ്പറിന്റെ ഒരു റീലെങ്കിൽ ഒരു റീൽ അല്ലെ? സ്നൈപ്പറിന്റെ ആരേലും ഒരു റീൽ ഇട്. എന്താണ് സംഭവം? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല കേട്ടാ, സത്യമായിട്ട്. നീയാണ് ഫസ്റ്റ് പറഞ്ഞത്, ഞാൻ കേട്ടത് ആണല്ലേ? അത് പറ്റ തലയിലായി. പക്ഷെ ഞാൻ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് SRR ആയിരുന്നു. പക്ഷെ അത് അവന്മാർ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഇവനൊക്കെ എന്റെ അടുത്ത് എന്തൊക്കെയാണെങ്കിലും അവർ RP അങ്ങനെ ഇതാക്കാനായിട്ട് നീ മാത്രമേ ഇതാക്കിയിട്ടുള്ളെന്ന്. തമ്പി ക്യാരക്ടറാക്കി പിറ്റേ ദിവസം കൊലയെ പിടിച്ച് അവർ വരവുണ്ടായിരുന്നു. ആ ഒരു ഇത് ആ തമ്പിയൊക്കെ ഉമ്മാര് കണ്ടായിരുന്നല്ലേ? ഉമ്മാര് വാപോലും തുറക്കത്തില്ലായിരുന്നു. പിന്നെ സിറ്റി ഇപ്പഴെന്തോ നോക്കണ്ട, എന്തോ വലിയ എന്തോ സ്റ്റാർട്ടിംഗ് അപ്പാ ഇല്ല സ്റ്റാർട്ടിംഗ് അപ്പ് കുറെ നേരമായിട്ട് സ്റ്റാർട്ടിംഗ് അപ്പാ.